Hi, hello, assalamu alaikum and welcome back to yet another brand new episode of Beinglu. So guys, ഇന്നത്തെ വീഡിയോ ഞാൻ ഈ സാധനങ്ങളുടെ നടുവിലിരിക്കുന്നത് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇന്നത്തെ വീഡിയോ ഈസ് ബേസിക്കലി വാട്ട് ഓൾ ഐ ഡിഡ് ബേബി ന്യൂ മമ്മ ഷോപ്പിംഗ് എന്നുള്ളൊരു വീഡിയോ ആണ്. അതായത് ബേബി വരുമ്പോൾ ബേബിക്കും മമ്മയ്ക്കും എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ കരുതിയിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ്. ഇതിൽ ഞാൻ ആദ്യം ഒരു കാര്യം പറയാം, ഇതെല്ലാം കൂടെ നിങ്ങളും എന്തായാലും വാങ്ങിക്കണം ആ ഒരു ഐഡിയ ആയിട്ടല്ല ഞാൻ വന്നിട്ടുള്ളത്. തിങ് ഈസ് ഇതൊരു ലിറ്റിൽ ഗൈഡ് ടു ന്യൂ മോംസ് എന്നുള്ളത് രീതിയിൽ കണ്ടാൽ മതി. കാരണം ആസ് എ ന്യൂ മോം ഞാൻ ഒരുപാട് റിസർച്ച് ചെയ്തിട്ടാണ് ഇതിലുള്ള ഓരോ പ്രോഡക്ട്സും വാങ്ങിച്ചിട്ടുള്ളത്. ലൈക്ക് ഏത് പ്രോഡക്റ്റാണ് ബേബിക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ളത്, ഏത് ബ്രാൻഡ്സ് ആണ് ഏറ്റവും കൂടുതൽ ട്രസ്റ്റ് ആയിട്ടുള്ളത് എന്നുള്ളതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും വാങ്ങിച്ചിട്ടുള്ളത്. സോ എന്തായാലും ഞാൻ അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. സോ ഞാൻ ഒരുവിധം എല്ലാ സംഭവങ്ങളും പ്ലാൻ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് ചെയ്യുന്ന ഒരാളാണ്. സോ ഞാൻ മുന്നേ എൻ്റെ വെഡിങ് പ്ലാനിങ് ഒക്കെ ഇട്ട സമയത്ത് കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ടായി, ലൈക്ക് ഇറ്റ് വാസ് വെരി യൂസ്ഫുൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്തതിൽ. സോ ഈ വ്ളോഗിലാണ് എനിക്ക് കംപ്ലീറ്റ് കാര്യങ്ങളും വൃത്തിക്ക് പറയാൻ പറ്റുള്ളൂ. സോ റീലായിട്ട് ഞാൻ ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് ആയിരിക്കും ചെയ്യുക. ആൻഡ് ഈ ഒരു വീഡിയോൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഞാൻ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യുന്നതും ഇടാട്ടോ. അപ്പോൾ ബൈ ദിസ് ടൈം ജെൻഡർ റിവീലിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. എൻ്റെ ബേബി ഈസ് എ ബേബി ഗേൾ എന്നുള്ളതും നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. സോ അതൊക്കെ അറിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുള്ളൂ. ആൻഡ് ഇപ്പോഴത്തെ എൻ്റെ ഒരു മേജർ ടെൻഷൻ എന്താണെന്ന് വെച്ചാൽ ഐ എം ഓൾറെഡി 36 weeks പ്രഗ്നൻറ്റ്. അപ്പോഴാണ് ഞാനിരുന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ആക്ച്വലി 35th വീക്കോ 34th വീക്കിലൊക്കെ നമ്മൾ നമ്മുടെ ഹോസ്പിറ്റൽ ബാഗ് റെഡി ആക്കണം എന്നൊക്കെയാണ് പറയാറ്. പക്ഷെ ഞാൻ കുറച്ച് ലേറ്റായി എന്നാണ് എൻ്റെ ഒരു നിഗമനം. ബിക്കോസ് April 10th ശേഷം ഏത് ടൈമിൽ വേണമെങ്കിലും പെയിൻ ക്യാൻ കം, വാട്ടർ ക്യാൻ ബ്രേക്ക്. April 10th ശേഷം ബേബി ഫുള്ളി ഗ്രോൺ ആവും എന്നൊക്കെയാണ് ലാസ്റ്റ് ടൈം ഡോക്ടറെ അടുത്ത് പോയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത്. സോ ഹൈ ടൈം നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട ടൈമൊക്കെ അതിക്രമിച്ചു. സോ ഇതിൻ്റെ തന്നെ കണ്ടിന്യൂഷനായിട്ട് ഞാൻ ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ്ങിൻ്റെ വീഡിയോയും ഇടാം. കാരണം എല്ലാം വാരി വലിച്ചിട്ടിരിക്കുകയാണല്ലോ, അപ്പോൾ ഇതൊക്കെ ഒന്ന് ഒതുക്കണം. സോ May 1 ആണ് എൻ്റെ ഡ്യൂ ഡേറ്റ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ടൈം ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. പക്ഷെ പെട്ടെന്നാണ് അങ്ങനെ April 10th കഴിഞ്ഞ് എപ്പം വേണമെങ്കിലും ബേബി വരാം എന്നുള്ള ചാൻസസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞത്. എനിവേസ് 11th എനിക്ക് സ്കാനിങ് ഉണ്ട്, ഫൈനൽ സ്കാനിങ്. അതിൽ നമുക്കൊരു ഡേറ്റ് തരികയാണ് ചെയ്യുക. സോ അതൊക്കെയാണ് ഇപ്പം ഇതുവരെയുള്ള അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം നിങ്ങളിത് കാണുമ്പോഴത്തേക്കൊക്കെ ഞാൻ എൻ്റെ ലേബറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഈ വീഡിയോ ഇടുന്നുണ്ടാവുക. ആൻഡ് ഓൾസോ ഞാനിപ്പം ഒരുവിധം സാധനങ്ങൾ ഓർഡർ ചെയ്തതൊന്നും എത്തിയിട്ടില്ല. ഇന്നിപ്പോൾ 4th of April ആണ്. അതൊക്കെ വരാൻ എന്തായാലും 6th ഒക്കെ ആവും. അപ്പോഴേക്കും വീഡിയോ ചെയ്യാനും ലേറ്റ് ആവും. പിന്നെ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യാനും നേരം വൈകും. സോ അതിനെക്കൊണ്ട് ഞാൻ ഇപ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. എക്സ്ട്രാ ഞാൻ എന്തൊക്കെ വാങ്ങിച്ചു എന്നുള്ളതും ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്യാം. സോ യു ഗൈസ് ക്യാൻ ബൈ ദ സെയിം തിങ്സ്. പിന്നെ ഇപ്പം തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് തീർക്കാനുള്ളൊരു ഹറിബറിയിലാണ്. പിന്നെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ എനിക്ക് ഈ ഒരു എന്താ പറയുക കിതപ്പിൻ്റെ പ്രശ്നം വരും ഇഫ് ഐ എം ടോക്കിംഗ് എ ലോട്ട്. സോ അത് നിങ്ങൾ മൈൻഡ് ആക്കണ്ട, ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് കണ്ടാൽ മതി. സോ എനിവേസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഐ എം തിങ്കിങ് എല്ലാം ഞാനിവിടെ റാൻഡം ആയിട്ട് പരത്തിയിട്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് എവിടെ നിന്ന് തുടങ്ങണമെന്ന് ആക്ച്വലി ഒരു ഐഡിയ ഇല്ല. ബട്ട് സ്റ്റിൽ ഞാൻ എന്തായാലും എല്ലാം കാണിച്ചു തരാം. സോ ഫസ്റ്റ് എനിക്ക് തോന്നുന്നു ബേബീസ് തിങ്സ് വെച്ച് തുടങ്ങാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് കാണിക്കാൻ നിന്നാൽ ഈ വീഡിയോ വിൽ ബി ഫുള്ളി ലെങ്തി ആയി പോവും. സോ എഡിറ്റ് ചെയ്യാൻ എനിക്ക് തന്നെ മടി വരും. സോ അതുകൊണ്ട് നമുക്ക് ചെറുതാക്കി കാര്യങ്ങളൊക്കെ വ്യക്തമാക്കി പോവാം. ഓക്കെ, സോ ഫസ്റ്റ്ലി ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ എന്നോട് എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിച്ചിട്ടുണ്ടായി, ഫാമ വെൻ ഡിഡ് യു സ്റ്റാർട്ടഡ് ബേബി ഷോപ്പിംഗ് എന്നുള്ളൊരു കാര്യം ചോദിച്ചിട്ടുണ്ടായി. ആക്ച്വലി എൻ്റെ 7th month ഞാൻ നാട്ടിലോട്ട് വരാൻ പ്ലാൻ ചെയ്ത കാരണം ഞാനൊരു 4th month ഒക്കെ ആയ സമയത്ത് തന്നെ ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ബേസിക് തിങ്സ് ലൈക്ക് സ്വാഡിൽസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു തുടങ്ങി, യൂണിസെക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ. ബട്ട് നമ്മൾ 5th month അനോമലി സ്കാൻ ചെയ്ത് കുട്ടിയുടെ ജെൻഡർ അറിഞ്ഞപ്പം മുതൽ പിന്നെ ജെൻഡർ അനുസരിച്ചിട്ടുള്ള ഷോപ്പിംഗ് ചെയ്തു. അപ്പോൾ 5th to 7th വരെ ഞാൻ അവിടെ നിന്നാണ് എല്ലാ കാര്യങ്ങളും, ഞാൻ ഒരുവിധം എൻ്റെ എല്ലാ ഷോപ്പിങ്ങും ചെയ്തിട്ടുള്ളത് ഓൺലൈൻ ഷോപ്പിങ്ങും അതുപോലെ തന്നെ UAE സെൻറ്റർ പോയിന്റ് ബേബി ഷോപ്പ് അങ്ങനെയൊക്കെ ആയിട്ടാണ് ഞാൻ മോസ്റ്റ് ഓഫ് ദി തിങ്സ് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ കുറേയൊക്കെ നാട്ടിൽ വന്നപ്പോൾ നാട്ടിലെ ബ്രാൻഡ്സിലും ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ അതെല്ലാം ഞാൻ മെൻഷൻ ചെയ്യാം. പിന്നെ ഇവിടെ വന്നിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ ചെയ്തൊരു കാര്യം ബേബീസിൻ്റെ ക്ലോത്ത്സും സ്വാഡൽസും മിറ്റൻസ് ബൂട്ടീസ് വാട്ട് എവർ ഇറ്റ് ഈസ് അതെല്ലാം ഞാൻ വാഷ് ചെയ്തു. കാരണം ഇതൊക്കെ നമ്മൾ പ്രീ വാഷ് ചെയ്തിട്ട് വേണമല്ലോ ഹോസ്പിറ്റൽ ബാഗിൽ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാം ഞാൻ വാഷ് ചെയ്തു ആൻഡ് ദെൻ ഐ അയേൺഡ് ഇറ്റ് പ്രോപ്പർലി. എന്നിട്ടൊക്കെയാണ് ഞാനിപ്പം ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ്
വാങ്ങിച്ച സാധനം ലൈക്ക് ബേബിയുടെ ക്ലോത്ത്സ് നമുക്ക് അധികം സിന്തറ്റിക് ഡിറ്റർജൻസിലൊന്നും ഇടാൻ പാടില്ല. കഴിയുന്നതും വളരെ മൈൽഡായിട്ടുള്ള ഡിറ്റർജൻസേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ഞാൻ കുറേ നോക്കി തപ്പി നമുക്ക് റെക്കമെൻഡേഷനിൽ ഏറ്റവും കൂടുതൽ അടിപൊളി റിവ്യൂ വന്നത് ഈ ഒരു ഡിറ്റർജൻ്റ് ആണ് കേട്ടോ. മീമി ബ്രാൻഡിൻ്റെ ഡിറ്റർജൻറ്റ്. ഇതൊരു ബേബി ബ്രാൻഡാണ്, വളരെ മൈൽഡായിട്ടുള്ളൊരു ഡിറ്റർജൻ്റ് ആണ്. സോ നിങ്ങൾക്കും അങ്ങനെയുള്ളൊരു പ്ലാനിങ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഡിറ്റർജൻറ്റ് യൂസ് ചെയ്താൽ മതി. പിന്നെ ഞാൻ എൻ്റെ അടുത്തടുത്തുള്ള കാര്യങ്ങൾ ആദ്യം കാണിച്ച് പോവാട്ടോ, കാരണം അതാണ് എനിക്ക് കുറച്ചും കൂടെ ഈസി ഇവിടെ ഇരുന്നിട്ട് ചെയ്യാൻ. സോ ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഇപ്പം എന്തായാലും എനിക്ക് ബേബി ഗേളാണ്. അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഐ ഡോണ്ട് നോ, ലൈക്ക് ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണ്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് ഒരു പെൺകുട്ടീനെ കിട്ടണം ഇൻഷാല്ലാ. നമുക്ക് ഏത് കുട്ടിയായാലും കുഴപ്പമൊന്നുമില്ല, ആരോഗ്യമുള്ളൊരു കുട്ടിയായാൽ മതി എന്നുള്ളത് തന്നെയായിരുന്നു ദുആ. പക്ഷെ എന്നാലും നമുക്ക് ഉണ്ടാവുമല്ലോ ഓരോ പൂതി, ലൈക്ക് നമുക്കിങ്ങനെ ഡ്രസ്സ് ചെയ്ത് കൊടുക്കാനും ഡ്രസ്സ് ചെയ്ത് കാണാനും ഒക്കെ ഇഷ്ടം. ഞാൻ അങ്ങനത്തെ ഒരു കാറ്റഗറിയിലുള്ളൊരു മദർ ആയതുകൊണ്ടായിരിക്കും എനിക്ക് എൻ്റെ ഫസ്റ്റ് ബേബി ഡോട്ടർ ആയാൽ നന്നായിരുന്നു എന്നുണ്ടായിരുന്നു, ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. സോ അങ്ങനെ തന്നെ അൽഹംദുലില്ലാ ഞാൻ അനോമലിയൊക്കെ ചെയ്തപ്പം ജെൻഡർ വാസ് ലൈക്ക് ഇറ്റ്സ് എ ഗേൾ എന്ന് പറഞ്ഞപ്പോൾ ഐ വാസ് ലൈക്ക് ഓ മൈ ഗോഡ് അൽഹംദുലില്ലാ എന്നുള്ളതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. സോ ലൈക്ക് ദാറ്റ്. അപ്പം എനിക്കിങ്ങനെ വാർഡ്രോബ് അറേഞ്ച് ചെയ്യാനും സെറ്റ് ചെയ്യാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. സോ ഐ ബോട്ട് ലിറ്റിൽ ഹാങ്കേഴ്സ് ഫോർ ദ ബേബി, ലൈക്ക് നല്ല ക്യൂട്ടല്ലേ, ഈ ഒരു പാസ്റ്റൽ ഗ്രീൻ ആൻഡ് പാസ്റ്റൽ പിങ്ക്. ദിസ് ആൻഡ് ഓൾ ഇസ് ടോട്ടലി അൺനെസസറി. ഇതൊക്കെ ഞാൻ എൻ്റെ ബ്രാൻഡിന് വാങ്ങിക്കുന്നതാണ്. ഞാനിപ്പം എൻ്റെ ഒരു അതിർപ്പം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാം കാണിച്ചു തരുന്നേ ഉള്ളൂ. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൊരു സാധനം, ഐ തിങ്ക് ദിസ് ഈസ് ഗോൺ ബി സൂപ്പർ യൂസ്ഫുൾ, ഡയപ്പർ ക്യാഡിയാണ്. ആക്ച്വലി എൻ്റെ റൂം വരുന്നത് എൻ്റെ വീട്ടിൽ മേലത്തെ ഫ്ലോറിലാണ്. പക്ഷെ എനിക്ക് മേലത്തെ ഫ്ലോറിലേക്കൊന്നും ഡെലിവറി കഴിഞ്ഞാൽ ചിലപ്പം കയറാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ താഴെ ആയിരിക്കും ഞാൻ എന്തായാലും യൂസ് ചെയ്യുന്നുണ്ടാവുക. സോ അവിടെ എൻ്റെ ഏറ്റവും അടുത്ത് ബേബിക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും വെക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞി ബാഗാണിത്. ബാഗല്ല, ഒരു സ്റ്റോറേജ് ഓർഗനൈസർ. അപ്പോൾ ഇതിൽ നമുക്ക് ബേബിയുടെ സ്നഗ്ഗി, അതുപോലെ തന്നെ എന്താ പറയുക, ബേബിക്ക് ആവശ്യമായിട്ടുള്ള സ്കിൻ കെയർ ഐറ്റംസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞി ബാഗാണ് വിത്ത് പാർട്ടീഷൻസ്. ഇതിൽ നമുക്ക് പല സാധനങ്ങളും സെറ്റ് ചെയ്യാം. അപ്പം ബേബി ഗേൾ ആയതുകൊണ്ട് ഐ പ്രിഫേർഡ് ഒരു ക്യൂട്ട് പ്രിൻറ്റ്. സോ ലൈക്ക് ദാറ്റ്. ഇതിൽ നമുക്ക് എല്ലാ സാധനങ്ങളും ഇട്ട് വെച്ചിട്ട് നമ്മൾ എടുത്ത് തന്നെ വെച്ചിട്ട് യൂസ് ചെയ്യാം. അപ്പം ഒന്നും കൂടെ നമുക്ക് ഈസി ആയിരിക്കും. സോ ലൈക്ക് ദാറ്റ്. അപ്പം ഡയപ്പർ ക്യാഡി, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഇതിപ്പോൾ ഞാൻ എൻ്റെ നാത്തൂൻ്റെ റെക്കമെൻഡേഷൻ ആയിരുന്നു. കാരണം ഹൈസിക്ക് പാമ്പേഴ്സ് എന്നുള്ള ബ്രാൻഡ് യൂസ് ചെയ്ത സമയത്ത് റാഷസ് വന്നുകൊണ്ട് ഇനീഷ്യലി അവൾ നോക്കിയിരുന്നു, പക്ഷെ അത് റാഷസ് വന്നുകൊണ്ട് അവളത് ഒഴിവാക്കിയിട്ട് കഡൽസ് എന്നുള്ള ബ്രാൻഡാണ് യൂസ് ചെയ്തതെന്ന് പറഞ്ഞു. സോ അങ്ങനെ ഒരു കേസുള്ള സ്ഥിതിക്ക് നമ്മൾ പിന്നെ പാമ്പേഴ്സ് പ്രിഫർ ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ട് കഡിൽസ് എന്നുള്ള ബ്രാൻഡാണ് ഞാനിപ്പോൾ വാങ്ങിച്ചത്. അതൊരു ചെറിയ പാക്കറ്റേ വാങ്ങിച്ചിട്ടുള്ളൂ ഹോസ്പിറ്റൽ ബാഗിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ബേബിക്ക് യൂസ് ചെയ്തിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് കാണുകയാണെങ്കിൽ ഐ തോട്ട് ഐ കണ്ടിന്യൂ വിത്ത് ദിസ്. അല്ലാന്നുണ്ടെങ്കിൽ ബ്രാൻഡ് മാറ്റി നോക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ്. സോ ഒരാൾ യൂസ് ചെയ്ത് നമ്മളെടുത്ത് ഒപ്പീനിയൻ പറയുമ്പോൾ അത് കുറച്ചും കൂടെ ജെനുവിൻ ആണല്ലോ. സോ അതുകൊണ്ട് ഐ ബോട്ട് ഒരു 36 പാൻസ് ഉള്ള കഡിൽസിൻ്റെ ഈ ഒരു സ്നഗ്ഗി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇവിടെ നാട്ടിൽ വന്നിട്ട് അധികവും ഞാൻ ബേബിക്ക് സാധനങ്ങൾ ഓൺലൈൻ ത്രൂ വാങ്ങിച്ചത് ഫസ്റ്റ് ക്രൈ എന്നായിരുന്നു. പക്ഷെ ഫസ്റ്റ് ക്രൈൻ്റെ തന്നെ ഒരുപാട് ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ ഓൾറെഡി എൻ്റെ 8th and 9th മന്തിലായതുകൊണ്ട് എനിക്ക് പോയി ഷോപ്പ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. സോ എല്ലാം ഞാൻ ഓൺലൈൻ ത്രൂ ആണ് മേടിച്ചത് കേട്ടോ. അപ്പോൾ ബേബിക്കുള്ള ഇയർബഡ്സ് വാങ്ങിച്ചിട്ടുണ്ട്. ഇയർബഡ്സ് ഇസ് ഫ്രം ബേബി ഹഗ് എന്നുള്ള ബ്രാൻഡാണ്, ബേബി ഹഗിൻ്റെ. പിന്നെ കുറച്ച് കോട്ടൺ പാഡ്സ് വാങ്ങിച്ചിട്ടുണ്ട് ഫ്രം ബെല്ല കോട്ടൺ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ നമുക്ക് ഈ ക്യാഡി ബാഗിനകത്ത് ഇട്ടിട്ട് ബേബിക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ആണ് നമ്മൾ ഈ ഡയപ്പർ ക്യാഡി യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ള വേറൊരു സാധനം, ദിസ് ഇസ് ഫ്രം ട്രെൻഡിയോൾ UAE. എനിക്ക് ഇത് ഇവിടെ നാട്ടിൽ എവിടെയാണ് കിട്ടുകയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പം ഈ ഒരു സാധനം അത്യാവശ്യമാണ്. ലൈക്ക് പോസ്റ്റ് ഡെലിവറി നമ്മൾ ബേബീനെ ഇട്ടിപ്പം എന്തായാലും നമുക്ക് ഹോസ്പിറ്റൽ അപ്പോയിൻമെൻറ്റ്സ് ഉണ്ടാവും, പോസ്റ്റ് നാട്ടിൽ പോകേണ്ടി വരും, അവിടെ നിന്ന് ഇങ്ങോട്ടും അങ്ങോട്ടും ഒക്കെ ട്രാവൽ ചെയ്യേണ്ടി വരും. അപ്പം ബേബീൻ്റെ തിങ്സ് ഒക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട്
ഞാനൊരു ഡയപ്പർ ബാഗ് വാങ്ങിച്ചിട്ടുണ്ട് വിച്ച് ഹാസ് ലോഡ് ഓഫ് പോക്കറ്റ്സ് ഇൻ ഇറ്റ്. നമുക്ക് ഇതിൻ്റെ അകത്തും സാധനം ഇട്ട് വയ്ക്കാം, ഇതിനകത്തൊക്കെ സാധനം ഇട്ട് വയ്ക്കാം. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ നമുക്ക് എക്സ്ട്രാ വേറൊരു ബാഗ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. എനിക്ക് കൂടുതലും ഇങ്ങനത്തെ ബാക്ക് പാക്സ് ആവുമ്പോൾ ഒന്നും കൂടെ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആവുമെന്ന് തോന്നിയോണ്ട് ഐ പ്രിഫേർഡ് ഇങ്ങനത്തെ ഒരു ബാക്ക് പാക്ക് പോലെയുള്ള ഡയപ്പർ ബാഗ്. എല്ലാത്തെയും ഷോൾഡർ ബാഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് തോന്നുന്നു ഇതായിരിക്കും ഒന്നും കൂടെ. പിന്നെ ബേബിക്ക് സ്ട്രോളറൊക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഐ ബി ഓൺലി പ്രിഫറിങ് ബ്ലാക്ക്. അപ്പം അതിൻ്റെ കൂടെ വെക്കാൻ നല്ലതൊരു ബ്ലാക്ക് കളർ ഡയപ്പർ ബാഗ് ആണെന്നുള്ളതുകൊണ്ടാണ് ഒരു ഫാൻസി ഓപ്ഷനിലേക്ക് പോകാഞ്ഞത്. ഇതൊക്കെ നിങ്ങൾക്ക് പോസ്റ്റ് ഡെലിവറി ആണെങ്കിലും വാങ്ങിക്കാം, പക്ഷെ നമ്മൾ ആ കിടക്കുന്ന സമയത്ത് നമ്മൾ ഇതിനൊക്കെ വേണ്ടി ഓടണ്ടേ എന്നുള്ളത് കൊണ്ട് ഞാനിതൊക്കെ മേടിച്ച് വന്നതാണ് UAE തന്നെ. സോ ഒരു ഡയപ്പർ ബാഗ് ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ മെയിനായിട്ട് ബേബിക്ക് സ്വാഡൽസ്, നല്ല നല്ല സ്വാഡൽസ് ഞാൻ അവിടുന്ന് ബേബി ഷോപ്പിൽ നിന്നും അവിടെ നിന്നൊക്കെ കണ്ടിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ വാഷ് ചെയ്ത് അയേൺ ചെയ്ത് വെച്ചതാണ്. ഈ ഒരു സ്വാഡിലൊക്കെ ഭയങ്കര സോഫ്റ്റ് ആട്ടോ, നല്ല സോഫ്റ്റാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഫീൽ ചെയ്യാൻ പറ്റില്ല, പക്ഷെ ഇറ്റ്സ് വെരി സോഫ്റ്റ്. പിന്നെ ഇതൊക്കെ ഐ തിങ്ക് ഇറ്റ്സ് ഫ്രം ബേബി ഷോപ്പിൻ്റെ സ്വാഡൽസ് ആണ്. ടെഡി പ്രിൻ്റൊക്കെ വരുന്ന കൈൻഡ് ഓഫ് ക്രോഷേ അല്ല, മാക്രം, ഐ ഡോണ്ട് നോ, അങ്ങനത്തെ സ്വാഡൽസ് ഉണ്ട്. ഈ ഒരു സാധനം വന്നിട്ട് ബേബിക്കുള്ള ഡ്രൈ ഷീറ്റാണ്. ലൈക്ക് ഇതിൻ്റെ അടിഭാഗം എന്ന് പറയുന്നത് വാട്ടർ പ്രൂഫ് ആയിരിക്കും. മേലെ നമുക്ക് ബേബീനെ സോഫ്റ്റായിട്ട് കിടത്തിയിട്ട് മേലെ നിന്ന് നമുക്ക് സ്നഗ്ഗിയും കാര്യങ്ങളൊക്കെ മാറ്റാൻ വേണ്ടി പറ്റുന്ന ഒരു ഷീറ്റ് ഉണ്ട്. പിന്നെ എൻ്റെ ബേബി ഈസ് വെരി ലക്കി. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബേബി ഗേളാന്ന് അറിഞ്ഞത് മുതൽ തന്നെ ഫ്രം അമ്മാസ് ഫാമിലി അവരൊരുപാട് ഗിഫ്റ്റ്സ് കൊടുത്തയച്ചിട്ടുണ്ടായിട്ടോ. അതിലുള്ളൊരു ഗിഫ്റ്റാണിത്. കാണിച്ചാൽ ഒരുപാടെണ്ണം ഉണ്ട്. അതിൽ ഈ ഒരു ഗിഫ്റ്റ് വാസ് വെരി ക്യൂട്ട്. ഇതൊരു കുട്ടി, എന്താ പറയുക, റിസീവിങ് ബ്ലാങ്കറ്റൊക്കെ പോലെയുള്ളൊരു കുഞ്ഞി ഇതാണ്. വളരെ ക്യൂട്ടായിട്ടുള്ളൊരു സംഭവമായിരുന്നു കേട്ടോ. അതെനിക്ക് വളരെ ഇഷ്ടമായി. അതങ്ങനെ ബാക്കിലൊരു ടെയിലൊക്കെ ഉണ്ട്. സോ ഇറ്റ്സ് വെരി പ്രിറ്റി. അപ്പം ഈ ഒരു സംഭവമുണ്ട്. കുട്ടികൾക്ക് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ക്ലോത്ത് ഞാൻ വായിച്ചു കൊടുത്തോളം മസ്ലിൻ ക്ലോത്താണ്. അതാണ് ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ മസ്ലിൻ സ്വാഡിൽ വരുന്ന ഒരു 4 പ്രിൻറ്റ് സ്വാഡൽസ് ഉണ്ട് കേട്ടോ. ബേബി ഗേൾ ആയതുകൊണ്ട് ലൈക്ക് ഞാനൊരു ബേജ്, സോഫ്റ്റ് പിങ്ക്, അങ്ങനത്തെ ഒക്കെ ഒരു ഫ്ലോറൽ ടൈപ്പൊക്കെയാണ് പ്രിഫർ ചെയ്തത്. സോ ലൈക്ക് ദാറ്റ് ഒരു 4 എണ്ണം ഉണ്ട്. അപ്പം സ്വാഡൽസ് അത്യാവശ്യം ഉണ്ട് ബേബിക്ക്. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങൾ മെയിനായിട്ട് ഈ ഫോട്ടോ പ്രോപ്സ് ഒക്കെയാണ്. ലൈക്ക് നമുക്ക് ബേബി വന്നാൽ എന്തായാലും ഫോട്ടോസ് എടുക്കും. അപ്പം അതിന് ആപ്റ്റായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഇങ്ങനെ ഹലോ വേൾഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമുക്ക് ഇങ്ങനെ വെച്ച് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങൾ. ഇറ്റ്സ് എ ഗേൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോട്ടോ പ്രോപ്പ് വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ മന്ത്സ് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഫോട്ടോസ് എടുക്കാൻ പറ്റുന്ന വേറൊരു സംഭവം കൂടി ഞാൻ വാങ്ങിച്ചിട്ടുണ്ടല്ലോ. ഇതൊക്കെ ഇസ് ടോട്ടലി നോട്ട് നീഡഡ്. ഓക്കെ, ഇതൊക്കെ ചുമ്മാ നമ്മളിങ്ങനെ നമുക്ക് രസമല്ലേ പിന്നെ കാണുമ്പം എന്നുള്ളത് കൊണ്ട് വാങ്ങിക്കുന്നതാണ്. കണ്ടോ, ഇങ്ങനൊരു ബോർഡ് പോലെ ഉള്ളൊരു സംഭവം വാങ്ങിച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് നമ്പേഴ്സ് മാറ്റി മാറ്റി കൊടുക്കാം. അതിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഡബിൾ ടാപ്പും എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ബേബീനെ ഇങ്ങനെ ഇരുത്തിയിട്ട് ഓരോ മന്തിലുള്ള ഫോട്ടോസ് എടുത്ത് നമുക്കിങ്ങനെ ഡോക്യുമെൻറ്റ് ചെയ്യാം. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് നാട്ടിൽ കിട്ടാൻ പാടാം. പക്ഷെ അവിടെ UAE നമുക്ക് ടെമ്മൂലാണെങ്കിലും ഷീനിലാണെങ്കിലും ഒക്കെ പെട്ടെന്ന് കിട്ടുമല്ലോ. സോ അങ്ങനെ ഞാൻ നേരത്തെ ഓർഡർ ചെയ്തൊക്കെ വരുത്തിച്ചതാണ് ഈ ഒരു സംഗതി. പിന്നെ ഉള്ളത് ഇതാ ഈ ഒരു കവറാണ്. ഈ ഒരു കവറിൽ ബേബിക്കുള്ള ഷൂസ്, ഐ തിങ്ക് മിറ്റൻസ്, ബൂട്ടീസ്, പിന്നെ അതുപോലെ തന്നെ വാട്ട് എൽസ് ഇസ് ദെയർ, കുറച്ച് ഹെയർ ആക്സസറീസും ഹെഡ് ബാൻഡ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, സോക്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ വാങ്ങിച്ചിട്ടുള്ളത് ബേബി ബിബാണ്. ഞാൻ ഒന്നാമത്തെ കാര്യം എൻ്റെ ഈ ഒരു റിസർച്ചിന് ഞാൻ ഒരുപാട് പേരുകൾ പഠിച്ചു. കാരണം നമുക്ക് മാത്രം വാങ്ങിയിട്ടല്ലേ പരിചയമുള്ളൂ, കുഞ്ഞു വാവയ്ക്കൊന്നും വാങ്ങി പരിചയമില്ലല്ലോ. അപ്പോൾ ഓരോരുത്തർ ഇത് വാങ്ങിച്ചോ അത് വാങ്ങിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ അതെന്താ, ആ പേരെന്താ, ഈവൻ സ്വാഡിൽ ഇതാന്ന് പോലും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നെയാണ് ഞാൻ അതിനെ പറ്റിയൊക്കെ കേട്ടതും അറിഞ്ഞതും പഠിച്ചതും ഒക്കെ. സോ ഈ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബേബിക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഫുഡ് കൊടുക്കാനോ അല്ലെങ്കിൽ ബേബി പെട്ടെന്ന് വോമിറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതല്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് സേഫ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡ്രസ്സിൻ്റെ മേലെ ഇങ്ങനൊരു ബിബ് ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അത് ഞാനൊരു 2 പ്രിൻറ്റിൽ ക്യൂട്ടായിട്ട് 2 പ്രിൻറ്റിൽ, ഒന്നിലൊരു ഫ്ലോറലും അതിൻ്റെ തന്നെ ഇത് സെറ്റായിട്ടാട്ടോ വരുന്നത്.
സോ അത് വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് അത്യാവശ്യമാണ്, കാരണം നമ്മൾക്ക് നല്ല സേഫായിട്ട് ബേബിക്ക് പാല് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നേഴ്സിംഗ് കവർ എന്നാണ് തോന്നുന്നു പറയുക. ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് ബേബീനെ ഉള്ളിൽ കിടത്തിയിട്ട് പാൽ കൊടുക്കാം. സോ എവറിത്തിങ് നമുക്കും അങ്ങനെ ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യില്ല പാൽ കൊടുക്കുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടൊരു നേഴ്സിംഗ് കവർ. പിന്നെ ഞാൻ വാങ്ങിച്ചൊരു സാധനം ഇതാ ഈ ഒരു സിപ്പ് ലോക്ക് കവറുകളാണ്. ഈ കവർ അത്യാവശ്യമാണ്, കാരണം എൻ്റെ കൂടെ മിക്കവാറും എൻ്റെ പപ്പ എൻ്റെ ഉമ്മ സെമീർ വരാൻ ലേറ്റ് ആവും എന്നൊക്കെയാണ് പറയണത്. സോ എനിക്കെല്ലാം പേര് എഴുതി വെക്കാൻ വേണ്ടിയിട്ട് ഇതാണ് കുറച്ചും കൂടെ കൺവീനിയൻറ്റ്. സോ അതുകൊണ്ട് ഞാൻ കുറച്ച് സിപ്പ് ലോക്ക് ബാഗ്സും കൂടെ കരുതിയിട്ടുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുക ഈ ഒരു സെറ്റായിരിക്കും ഞാൻ വാങ്ങിച്ചിട്ടുള്ള. ദിസ് ആർ ഓൾ ഫ്രം ബോസം ടൈനി ടോട്ട്സ്. അപ്പം ബോസം ടൈനി ടോട്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേജാണ് എനിക്കിതൊക്കെ കസ്റ്റമൈസ് ചെയ്ത് തന്നത് കേട്ടോ. ഈ ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫീഡിങ് പില്ലോ ആണ്. ഇതിൻ്റെ ഒരു യൂസേജ് എങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്ന് എനിക്കിപ്പം പറയാൻ പറ്റില്ല. ബട്ട് ഞാൻ കണ്ട റിവ്യൂസ് വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ അത്യാവശ്യമാണ്. കാരണം നമ്മൾ ഫീഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബാക്ക് പെയിനും ഇറിറ്റേഷനും അൺകംഫർട്ടബിളൊക്കെ ആയി ഫീൽ ചെയ്യാൻ ചാൻസസ് ഉണ്ട്. അപ്പം ഇതിൽ നമ്മൾ ബേബീനെ കിടത്തിയിട്ട് ഫീഡ് ചെയ്യുമ്പോൾ നമുക്ക് ബാക്കിനൊക്കെ നല്ല റിലീഫും കാര്യങ്ങളൊക്കെയാണെന്ന് പറഞ്ഞേക്കാം. സോ എനിവേസ് ഞാൻ അതൊന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇത് വന്നിട്ട് ബേബിയുടെ ബ്രെയ്ഡഡ് നെസ്റ്റാണ്. ഇതിലൊരു ക്യൂട്ടായിട്ടൊരു പ്രിൻസസ് എന്നൊക്കെ എഴുതിയിട്ടുള്ളൊരു പില്ലോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാനങ്ങനെ ഓർഡർ ചെയ്തതാണ് കേട്ടോ. അതുപോലെ തന്നെ ബേബിയുടെ ഹെഡ് ഷേപ്പ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കുഞ്ഞി റൗണ്ട് ഉള്ളിൽ കൊടുത്തത്. സോ ഇങ്ങനത്തെ ഒരു പില്ലോ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഒരു മോസ്കിറ്റോ നെറ്റും കൂടെ വരുന്നുണ്ട്. നല്ല ക്യൂട്ടാണ്. ഇവിടെ ഇതാ കണ്ടോ, നല്ല ബോ ഒക്കെ കൊടുത്തിട്ട് നല്ല ഡീറ്റെയിലിങ്ങിൽ ചെയ്തിട്ടുള്ളൊരു ബ്രെയ്ഡഡ് നെസ്റ്റ് ഉണ്ട്. ആൻഡ് ഇത് സ്ലീപ്പിംഗ് ബാഗാണ്. ഇതിനകത്ത് കുട്ടീനെ കിടത്തിയിട്ട് കൊണ്ടുവരാം എന്നൊക്കെയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഇത് ഞാൻ ഹൈസിക്കും നമ്മൾ വാങ്ങിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. സോ ഇത് പ്രിറ്റി യൂസ്ഫുള്ളാണ്. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ബേബിനെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിലും പ്രിറ്റി യൂസ്ഫുള്ളാണ്. നെക്സ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ഫോൾഡബിൾ ബെഡ് നെറ്റാണ്. ഇതിൽ വന്നിരിക്കുന്ന ഡീറ്റെയിലിങ്ങും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ലേസ് ഡീറ്റെയിലിംഗ് ഒക്കെ വന്നിട്ട് ഭയങ്കര പ്രീമിയം ലുക്കിലാണ് ചെയ്തിട്ടുള്ളത്. ഓൾസോ ഇറ്റ് കംസ് വിത്ത് എ പില്ലോ. എന്താ പറയുക, ഇത് ഫോൾഡബിളും ആണ്. നമുക്ക് ഈസി ആയിട്ട് ഫോൾഡ് ചെയ്ത് കൊണ്ടുപോകാനും പറ്റും. നല്ല അടിപൊളി സാധനമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു സംഭവം കേട്ടോ. ഇതും ആ ഒരു സ്ലീപ്പിംഗ് ബാഗും ആയിരിക്കും ബേബിക്ക് മോസ്റ്റ്ലി യൂസ്ഫുൾ ആവുക. പിന്നെ നമുക്ക് ഇപ്പം ബേബീനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ബ്ലാങ്കറ്റ് കൊടുക്കണമല്ലോ. അപ്പം അതിൽ ഞാൻ വാങ്ങിച്ചതിൽ ഏതിലെങ്കിലും കൊടുക്കണം എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇവരുടെ കാറ്റലോഗിൽ ഈ ഒരു പ്രോഡക്റ്റ് കണ്ടപ്പം എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ അങ്ങനെ ഒരു റിസീവിങ് ബ്ലാങ്കറ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് വിത്ത് ക്യൂട്ട് ബോ ഡീറ്റെയിലിംഗ് ഒക്കെ വന്നിട്ട്. നല്ല ഒരു ഇംഗ്ലീഷ് കളറിലാണ് ഞാൻ എല്ലാം ചെയ്തിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് ഇറ്റ്സ് വെരി പ്രിറ്റി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ വാങ്ങിച്ചിട്ടുള്ളത് ഇതാ ഈ ഒരു പ്ലാസ്റ്റിക് ബാസ്ക്കറ്റ്. അതായത് ഇങ്ങനെയുള്ള ബാസ്ക്കറ്റ് നല്ല അടിപൊളിയായിട്ട് അവർ കവറൊക്കെ ചെയ്ത് ഡിസൈനൊക്കെ ചെയ്തിട്ട് തന്നിരിക്കുകയാണ് എനിക്ക്. ഈ ഒരു ബാസ്ക്കറ്റും അടക്കം ഐ തിങ്ക് ഐ ബോട്ട് 6 things ഫ്രം ദം. ഇനി ബേബിയുടെ സാധനങ്ങൾ എന്ന് പറയുന്നത് ഈ ഒരു ബോക്സിലാണ്. ഇതിൽ മെയിനായിട്ട് ബേബിയുടെ ക്ലോത്ത്സും അതുപോലെ തന്നെ ജബലാസൊക്കെയാണ് ഉള്ളത്. അതിൽ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇങ്ങനത്തെ ക്യൂട്ട് ക്ലോത്ത്സ് ഞാൻ ഒരുപാട് വാങ്ങിച്ചിട്ടുണ്ട്. കാരണം നാട്ടിൽ നമുക്ക് ഇങ്ങനത്തെ ഡിസൈൻസ് കിട്ടാൻ വളരെ പാടാണ് എന്നുള്ളതുകൊണ്ട് ഇതൊക്കെ ഞാൻ UAE വാങ്ങിച്ച് വന്നതാണ്. അപ്പം അതൊക്കെ ഞാൻ വാഷ് ചെയ്ത് ഫോൾഡ് ചെയ്ത് അയേൺ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതിൻ്റെ അകത്ത് കേട്ടോ. ഞാനതിനെ എടുത്ത് കാണിക്കുന്നില്ല, അപ്പോഴത്തേക്കും വീഡിയോ ഭയങ്കര ലോങ് ആയി പോവും. സോ ഈ ഒരു ബാസ്ക്കറ്റ് നിറയെ ബേബിക്കുള്ള ക്ലോത്ത്സ് ആണ്. അതേപോലെ തന്നെ ബേബിക്ക് വന്നേം പാടനെ ഇടാൻ പറ്റുന്ന ജബലാസ് എന്നാണെന്ന് തോന്നുന്നു ഇതിന് പറയുക. ഭയങ്കര നൈസായിട്ടുള്ള ക്ലോത്തിലുള്ള കുട്ടി ഉടുപ്പുകളാണ്. അത് ഇങ്ങനത്തെ ഉടുപ്പാട്ടോ. ഇനി ബേബിക്ക് അക്കീക്ക സെറിമണിക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ള ഡ്രസ്സ് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ബേബിയുടെ ഡ്രസ് ഫോർ അക്കീക്ക. ഇതിന് ഹെഡ് കവറും ഷൂസും ഉണ്ട്. അപ്പോൾ ഇതേ കളറിൽ തന്നെയാണ് ഞാനും എൻ്റെ ഡ്രസ്സ് എടുത്തിട്ടുള്ളത്. സോ ഇറ്റ് ലുക്ക് ക്യൂട്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ക്രാഡിൽ സെറിമണിക്ക് ഇടാൻ വേണ്ടിയിട്ട്. ഇതിനൊന്നും ഇനി പിന്നെ ഓടാൻ എനിക്ക് ഒരു ടൈമോ എനർജിയോ ഉണ്ടാവോ ഇല്ലേ എന്നുള്ളത് എനിക്കറിയില്ലല്ലോ. സോ അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചു എന്ന് മാത്രം. അങ്ങനെ കുറച്ചും കൂടി പ്ലാൻഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ നമുക്ക് ഇതൊന്നും ചെയ്തില്ലെങ്കിൽ നമുക്ക് ഈ ഒരു OCD പ്രശ്നം വരും. സോ അതൊന്ന് ഇതാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാനെല്ലാം പ്രിപ്പയർ ചെയ്തിട്ടാണ് പോകുന്നത്. ഇത് പിന്നെ കുട്ടിക്കുള്ള ബേബ് ക്ലോത്ത് ആണ് കേട്ടോ.
ഗേപ്പ് ക്ലോത്ത് നിങ്ങൾക്കറിയില്ലേ, നമ്മൾ എന്താ പറയുക, വാവയ്ക്ക് ഇങ്ങനെ പാലൊക്കെ കുടിച്ച് വൊമിറ്റ് ചെയ്യുകയാണെങ്കിലൊക്കെ പെട്ടെന്ന് നമുക്ക് തുടയ്ക്കാനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന മസ്ലിൻ്റെ തന്നെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്തിലുള്ള കുറച്ച് ബേപ്പ് ക്ലോത്ത്. അഡീഷണലായിട്ട് ബേബിക്ക് ഇപ്പം ഓർഡർ ചെയ്തിട്ടുള്ളത് ഡയപ്പർ ലൈനേഴ്സാണ്. ഡയപ്പർ ലൈനേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ബേബീസിൻ്റെ നാപ്പീസിൽ, നാപ്പി എന്ന് പറയുമ്പോൾ ക്ലോത്തിൻ്റെ നാപ്പി ആയിരിക്കും ഇനീഷ്യലി ഒക്കെ യൂസ് ചെയ്യുക ഇൻസ്റ്റെഡ് ഓഫ് സ്നഗീസൊക്കെ. അപ്പോൾ അതിനകത്ത് വെക്കാൻ പറ്റുന്ന ഡയപ്പർ ലൈനേഴ്സ് വാങ്ങിച്ചിട്ട് ഡിസ്പോസിബിൾ ആയിട്ടുള്ളത്. അപ്പം അത് വരാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ നിപ്പിൾ ക്രീം, അതായത് നമുക്കിപ്പം ഫസ്റ്റ് ലാച്ചിങ് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ന്യൂ മോംസിനൊക്കെ. അപ്പം അതൊന്നും കൂടെ ഈസി ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നിപ്പിൾ ക്രീംസ് യൂസ് ചെയ്യണം, അവിടെ ഒന്ന് സോഫ്റ്റ് ആൻഡ് മോയ്സ്ചറൈസ്ഡ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പം അത് ബേബീനെ ഫീഡ് ചെയ്യുമ്പോഴും നമുക്കത് വാഷ് ഓഫ് ചെയ്യാണ്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് നിപ്പിൾ ക്രീം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ പോസ്റ്റ് ഡെലിവറി നമുക്ക് മോംസിന് ഈ വയറൊക്കെ ടമ്മിയൊക്കെ കുറയാൻ വേണ്ടി ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടു. അപ്പം ബെൽറ്റിനേക്കാളും ഏറ്റവും നല്ലത് ടമ്മി ടക്കേഴ്സ് യൂസ് ചെയ്യുന്നതെന്ന് കണ്ടപ്പം അതും ഞാനൊന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ റിവ്യൂ വിത്ത് ദ പ്രോഡക്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അല്ലാതെ നമ്മളിപ്പം ചുമ്മാ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. യൂസ് ചെയ്തിട്ട് കാര്യമുള്ളതാണെങ്കിൽ ഞാൻ എന്തായാലും പറയാം. പിന്നെ സ്ട്രെച്ച് മാർക്സ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 4th മന്തിലെ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ബയോ ഓയിൽ കേട്ടോ. ഇനിയിപ്പോൾ ബയോ ഓയിൽ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട്, ലൈക്ക് ഷിയ ബട്ടറൊക്കെ യൂസ് ചെയ്യാം, ഇൻക്ലൂഡിങ് വേറെ എന്തോ 2 പ്രോഡക്റ്റ്സ്. അതൊക്കെ എൻ്റെ ഫ്രണ്ട്സൊക്കെ അതാണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞു. പക്ഷെ ഞാൻ അങ്ങനെ ലെയർ ചെയ്ത് യൂസ് ചെയ്യുമ്പം എനിക്ക് ചിലപ്പം കൺസിസ്റ്റൻ്റ് ആയിട്ട് അത് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല, മടി വരും. സോ അതുകൊണ്ട് ഞാൻ ബയോ ഓയിൽ എന്നുള്ള ഒറ്റ പ്രോഡക്റ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിപ്പോൾ ഞാൻ 2nd ബോട്ടിലും പർച്ചേസ് ആക്കിയിട്ടുണ്ട്. അത് ആക്ച്വലി ഇവിടെ ഉണ്ട് കേട്ടോ. അത് എൻ്റെ കൈയിൻ്റെ ദൂരത്തായതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല. സോ അതൊക്കെ അടിപൊളി പ്രോഡക്റ്റ്സ് ആണ്. ഞാൻ അതിൻ്റെയൊക്കെ വീഡിയോസ് വിച്ച് ബിക്കെയിം സോ യൂസ്ഫുൾ ടു മീ എന്നുള്ളതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്യാം. ഇനി കാണിക്കാനുള്ളത് ബേബിയുടെ കുറച്ചും കൂടെ ഐറ്റംസ് ഉണ്ട്, അതും കൂടി കാണിച്ചിട്ട് മോമിൻ്റെ ഐറ്റംസ് ഞാൻ കാണിച്ചു തരാം. സോ ഇനി ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ബേബിക്ക് ഇതാ ഈ ഒരു ഹെയർ ബ്രഷ് ഹെയർ കോംപാണ്, R4 Rabbit. ഈ ഒരു ബ്രാൻഡ് നിങ്ങൾ നോക്കി വെച്ചോളൂ. കാരണം നമ്മൾ ഹൈസിക്കും കുറേ സാധനങ്ങൾ ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാം പേഴ്സണലി നല്ല ബ്രാൻഡാണെന്നുള്ളത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സാധനമാണ്. പക്ഷേ ഞാനിത് പാക്കറ്റിൽ നിന്ന് എടുത്തിട്ടില്ല, ഞാനിപ്പം എടുക്കും ബിഫോർ പാക്കിങ് മൈ ഹോസ്പിറ്റൽ ബാഗ്. അപ്പം 315 ഉണ്ട് MRP. 240 സംതിങ്ങിനാണ് എനിക്ക് ആമസോണിൽ നിന്ന് കിട്ടിയത്. നല്ല സാധനമാണ്. സോ ലൈക്ക് ദാറ്റ് ഈ ഒരു സംഭവം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ബേബി വന്നാൽ ഞാൻ എപ്പോഴും വിചാരിക്കുന്നൊരു കാര്യമാണ് എങ്ങനെയാണ് ഈ ബേബീസിൻ്റെ നെയിൽസ് കട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പം ഞാനിങ്ങനെ നോക്കിയ സമയത്ത് നെയിൽ കട്ടറിൻ്റെ പകരം ഏറ്റവും അടിപൊളിയായിട്ട് ഇപ്പം യൂസ് ചെയ്യുന്നൊരു സാധനമാണ് ഈ ഒരു നെയിൽ ട്രിമ്മർ. ഇതൊക്കെ ഞാൻ ഫസ്റ്റ് ക്രൈയിൽ നിന്ന് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് നെയിൽ ട്രിമ്മർ. ഇതിനകത്ത് ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതൊന്നും ഇപ്പം ഞാൻ റിവ്യൂ പറയാൻ ആളല്ല, ബിക്കോസ് യൂസ് ചെയ്യാതെ എനിക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പം ഓരോ മന്തിനുള്ള കളർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കളറിനനുസരിച്ച് നമുക്കിത് മാറ്റി മാറ്റി യൂസ് ചെയ്യാം ബേബിക്ക്. സോ നെയിൽ കട്ടേഴ്സിനേക്കാളും കുറച്ചും കൂടെ ഏറ്റവും സേഫായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് നെയിൽ ട്രിമ്മേഴ്സ്. സോ ലാസ്റ്റ് ഞാൻ പറഞ്ഞു നിർത്തിയത് എൻ്റെ ബേബിയുടെ സ്കിൻ കെയർ ഐറ്റംസിനെ പറ്റിയിട്ടാണെന്ന് തോന്നുന്നു. സോ അപ്പം ഞാൻ മെയിനായിട്ട് 3 ഐറ്റംസാണ് സ്കിൻ കെയർ ഐറ്റംസിലിപ്പം വാങ്ങിച്ചിട്ടുള്ളത് പ്രയോർ ഡെലിവറി. അതിലിപ്പം ഫസ്റ്റ് തിങ് ഈസ് സെബാമെഡിൻ്റെ തന്നെ ജെൻറ്റിൽ വാഷ് ബോഡി വാഷാണ് ഫസ്റ്റ് വാങ്ങിച്ചിട്ടുള്ളത്. ഇതൊരു 400 ml ബോട്ടിൽ യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം അധികം എൻ്റെ ഫ്രണ്ട്സൊക്കെ എനിക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ബ്രാൻഡാണ്. ഇത് വാങ്ങിച്ചതിന് ശേഷമാണ് ഞാൻ അവീനോനെ പറ്റി കേട്ടത്, മസ്റ്റലിനെ പറ്റി കേട്ടത്. സോ എന്താ പറയുക, അത് നല്ല ബ്രാൻഡ്സൊക്കെ തന്നെയാണ്. മസ്റ്റൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി എക്സ്പെൻസീവ് സൈഡാണ്. അവീനോ ഈ ഒരു സെബാമെഡിൻ്റെ ഒക്കെ റേഞ്ചിൽ തന്നെയാണ് വരുന്നത് കേട്ടോ. അപ്പം അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നോക്കി നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി വാങ്ങിക്കുക. ഞാനിപ്പോൾ എന്തായാലും സെബാമെഡ് യൂസ് ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് ഞാൻ റിവ്യൂ ഇടാം. പിന്നെ ഉള്ളത് സെബാമെഡിൻ്റെ തന്നെ മസാജ് ഓയിൽ. ഇതെനിക്ക് 150 ml ബോട്ടിലേ കിട്ടിയുള്ളൂ. ബാക്കിയുള്ള ക്വാണ്ടിറ്റി ഉള്ളതൊക്കെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയതുകൊണ്ടാണ് 150 ml മസാജ് ഓയിൽ വാങ്ങിച്ചത്. പിന്നെ എനിക്ക് തോന്നുന്നു സോപ്പിനെയും കാട്ടിയും കുട്ടികൾക്ക് കുറച്ചും കൂടെ സേഫ് ബോഡി വാഷ് ആയിരിക്കും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ സെബാമെഡിൻ്റെ ഈ ഒരു ജെൻറ്റിൽ വാഷ് വാങ്ങിച്ചു നോക്കാമെന്ന് വിചാരിച്ചേട്ടാ. പിന്നെ അടുത്തത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ബോഡി ലോഷനാണ്. കുട്ടികൾക്കൊരു ചെറിയ സ്മെല്ലൊക്കെ ഉള്ളത് നല്ലതല്ലേ. സോ അതുകൊണ്ട് സെബാമെഡിൻ്റെ തന്നെ ബോഡി ലോഷൻ. ഇതൊക്കെ pH 5.5 ആണ്. അപ്പം ഇത്രയും ഐറ്റംസാണ് സ്കിൻ കെയറിൽ ഞാനിപ്പം വാങ്ങിച്ച് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ളത്. എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റിയെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ബേബിക്കുള്ള വെറ്റ് വൈപ്സ് വാങ്ങിക്കുമ്പം ഏറ്റവും നല്ലത് പ്യുവർ വാട്ടറിൻ്റെ വെറ്റ് വൈപ്സ് ആണ്.
പ്യുവർ വാട്ടറിൻ്റെ വെറ്റ് വൈപ്സ് ആണ്. പക്ഷെ അത് എപ്പോഴും ഏറ്റവും വാട്ടർ കണ്ടൻറ്റ് കൂടുതലുള്ളത് മേടിക്കാൻ നോക്കുക. 99% വാട്ടർ കണ്ടൻറ്റ് ഉള്ളത് മേടിക്കാൻ നോക്കുക. പക്ഷെ ഞാൻ ഓർഡർ ചെയ്തത് 99 എന്നുള്ള ഇതിലാണ്. പക്ഷെ വന്ന് നോക്കിയപ്പം ഈ 4 എണ്ണം വന്നത് 98% ആണ്. അപ്പം ഞാൻ എല്ലാ വീഡിയോസിലും കാണുന്നത് 99 ആണ്. അപ്പം 98 ഇപ്പോൾ ഇത് കോപ്പിയാണോ ഇനി എന്താണെന്നുള്ളത് അറിയില്ലല്ലോ, ബേബിയുടെ ബോഡിയിൽ യൂസ് ചെയ്യാനുള്ളതല്ലേ. അപ്പം ഞാൻ വായിച്ചു നോക്കിയപ്പം 98 99 ഒക്കെ ഏകദേശം കണ്ടൻറ്റൊക്കെ സെയിം ആണ്. അത് ടെൻഷൻ ആവാനില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഞാനിതൊരു ഓഫറിന് കിട്ടിയപ്പം ഒരുമിച്ച് മേടിച്ചിട്ടാണ് 4 പാക്കറ്റും കൂടെ ഒരുമിച്ച് വരുന്നത് കേട്ടോ. പ്യുവർ വാട്ടറിൻ്റെ വെറ്റ് വൈപ്സ് ആണ് ബേബീസിന് എപ്പോഴും ബെസ്റ്റ്. ഓക്കെ, സോ എനിവേസ് ലെറ്റ്സ് ഗോ വിത്ത് മൈ തിങ്സ്. ഇനി സോ എനിക്ക് വാങ്ങിച്ച സാധനത്തിൽ ഫസ്റ്റ് എനിക്ക് യൂസ്ഫുൾ ആവുമോ അറിയില്ല, ബട്ട് ഞാൻ ഇതിന് മുന്നേ ഇങ്ങനെയുള്ള ഡയപ്പർ പാഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. സോ എന്തായാലും നമുക്ക് നോർമൽ ഡെലിവറി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഫ്ലോ ഉണ്ടാവും, ബ്ലീഡിങ്. അപ്പം ആ സമയത്ത് കുറച്ചും കൂടെ നല്ലത് ഇൻസ്റ്റെഡ് ഓഫ് പാഡ്സ് എനിക്ക് തോന്നി മെറ്റേണിറ്റി ഡയപ്പേഴ്സ് ആയിരിക്കും. സോ എവറീവിൻ്റെതാണ് ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ എല്ലാവരും റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ബ്രാൻഡ്. അപ്പം ഞാൻ എവറീവിൻ്റെ കുറച്ച് മെറ്റേണിറ്റി പാഡ്സ് വാങ്ങിച്ചിട്ടുണ്ട്. അതൊരു 4 എണ്ണം വെച്ച് വാങ്ങിച്ചു, കാരണം ഐ ഡോണ്ട് നോ ഹൗ മച്ച് വിൽ ബി ദ യൂസേജ്. സോ അതൊരു 2 എണ്ണമെങ്കിലും നിങ്ങൾ മേടിച്ച് വെക്കാൻ നോക്കുക. പിന്നെ ചില ഹോസ്പിറ്റൽസിൽ അവരിത് പ്രൊവൈഡ് ചെയ്യാറുണ്ട്, പക്ഷെ അത് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടായിരിക്കണമെന്നില്ലല്ലോ. അപ്പം ഞാൻ ഇത് ഒന്ന് വേങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എല്ലാവരും എൻ്റെ അടുത്ത് എന്തായാലും കയ്യിൽ കരുതിക്കോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനമാണ് ഓപ്പൺ നൈറ്റീസ്. കാരണം നമുക്ക് ആഫ്റ്റർ ലേബർ നമുക്ക് ഏറ്റവും സുഖം തലയിൽ കൂടി ഇടുന്നതിനേക്കാളും നല്ലത് ബട്ടൺസ് ഇടുന്ന കൈൻഡ് ഓഫ് നൈറ്റി ആയിരിക്കും. സോ അതിനെക്കൊണ്ട് ഞാൻ ഒരു കോട്ടൻ്റെതും പിന്നെ അതുപോലെ തന്നെ ഒരു കൈൻഡ് ഓഫ് കുറച്ച് ഫാൻസി ആയിട്ടുള്ളൊരു ഓപ്പൺ നൈറ്റിയും കയ്യിൽ കരുതിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഓപ്പൺ നൈറ്റി കരുതിയിട്ടുണ്ട്. സോ ലൈക്ക് ദിസ്. എനിക്കധികം സാധനങ്ങളൊന്നുമില്ല. ഞാൻ കൂടുതലും ബേബിക്കുള്ളതാണ് കൂടുതലും വാങ്ങിച്ചിട്ടുള്ളത്. ബട്ട് സ്റ്റിൽ നമ്മൾ കരുതി വെക്കേണ്ട കുറച്ച് സാധനങ്ങളുണ്ടല്ലോ, ലൈക്ക് നമുക്ക് പോസ്റ്റ്നാറ്റിൽ പോയാലും ഉപയോഗിക്കാം എന്നുള്ള രീതിയിൽ. അപ്പം ഇതൊക്കെ കുറച്ച് ഫീഡിങ് കഫ്താനാണ്, ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് കഫ്താൻസ് ആണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്, ഓരോന്നും സ്റ്റൈൽ ചെയ്ത് കാണിക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടണിൽ വരുന്നതാണ്. സമ്മർ മോമി ആയതുകൊണ്ട് തന്നെ ചൂടെടുക്കുന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല, എസ്പെഷ്യലി നമ്മൾ ബേബിനെയും കൂടി ഹാൻഡിൽ ചെയ്യുമ്പോൾ. സോ അതിനുകൊണ്ട് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് കോട്ടൺ കഫ്താൻസ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഫീഡിങ് ഫ്രണ്ട്ലി ആണ്, സിബ് വരുന്ന ടൈപ്പ്. അപ്പം ഇങ്ങനത്തെ കുറച്ച്, നിങ്ങൾക്കിപ്പോൾ മാക്സി ആണെങ്കിൽ മാക്സിയിൽ സിബ് വരുന്ന ടൈപ്പ് നോക്കുക. എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ കഫ്താൻസ് ആയതുകൊണ്ട് കഫ്താൻസ് ആണ് ഞാൻ ഒരു 5 പ്രിൻറ്റിൽ വരുന്നത് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് അത്യാവശ്യമായിട്ട് ഇടാൻ വേണ്ടിയിട്ട് സ്ലിപ്പേഴ്സ്, കാരണം എനിക്ക് താഴെ ഫ്ലോറിൽ ചെരുപ്പിടാണ്ട് നടക്കാനേ പറ്റില്ല. ഐ എം നോട്ട് യൂസ് ടു ഇറ്റ്. അതുകൊണ്ട് എനിക്ക് വേഗം പെയിൻ എടുക്കും. സോ അതുകൊണ്ട് ഞാനൊരു സ്ലിപ്പേഴ്സ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മേടിച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് കുറച്ച് പാൻറ്റീസാണ്. എൻ്റെ യൂഷ്വൽ സൈസിൽ നിന്ന് മാറിയിട്ടുള്ള സൈസാണ് ഞാൻ വാങ്ങിച്ചത്. കാരണം നമുക്ക് വയറുള്ളതുകൊണ്ട് നമുക്ക് നമ്മുടെ യൂഷ്വൽ സൈസ് പറ്റുന്നില്ല. സോ ലാർജിൽ നിന്ന് മാറി നമ്മൾ എക്സലിലെ ഒരു സൈസ് മേലിലോട്ടുള്ള പാൻറ്റീസ് എടുക്കുക, സോ ദാറ്റ് ഇറ്റ്സ് മോർ കംഫർട്ടബിൾ. സോ എന്തായാലും ഞാൻ ഡയപ്പർ പാഡ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക ആ സമയത്ത്. ബട്ട് സ്റ്റിൽ നമ്മൾ ഒരു 4-5 എണ്ണമൊക്കെ കരുതുന്നത് നന്നായിരിക്കും. സോ ഇതൊക്കെയാണ് ബേസിക്കലി ഞാനിപ്പം ബേബി ആൻഡ് മാമ ഷോപ്പിങ്ങിൽ ചെയ്തിട്ടുള്ളത്. എന്തൊക്കെ യൂസ് ആവും എന്തൊക്കെ യൂസ് ആവില്ല എന്നുള്ളതൊന്നും എനിക്കിപ്പോൾ അറിയില്ല. ബട്ട് സ്റ്റിൽ ഞാനൊരു ഗൈഡ് എന്നുള്ള പോലെ നിങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ എളുപ്പമായിക്കോട്ടെ എന്ന് വിചാരിച്ച് ചെയ്തൊരു വീഡിയോ ആണ്. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് ഏകദേശം ഇതൊന്നും ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് അതുപോലെ തന്നെ ഷോപ്പ് ചെയ്യാനും പ്രയോറായിട്ട് ഷോപ്പ് ചെയ്യാൻ നോക്കുക. കാരണം ലാസ്റ്റ് മിനിറ്റ് ഷോപ്പിംഗ് നമ്മൾ എന്തെങ്കിലുമൊക്കെ പോയി എടുക്കുന്നല്ലാതെ നമുക്ക് ആവശ്യമുള്ളതോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടതോ കിട്ടിക്കൊള്ളണം എന്നില്ല. സോ അതുകൊണ്ട് പ്രയോറായിട്ട് തന്നെ അത്യാവശ്യം പ്രിപ്പയർ ആയിട്ട് നിൽക്കാൻ നോക്കുക. സോ ദാറ്റ് നമുക്കും ബേബിക്കും ഈസിയാണ് കാര്യങ്ങൾ. സോ ലൈക്ക് ദാറ്റ്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. പ്ലീസ് അങ്ങനെ ചെയ്യരുത്. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നമുക്ക് ഓരോ സബ്സ്ക്രൈബേഴ്സ് ആർ വെരി വാല്യുബിൾ. സോ അത്രയ്ക്കുള്ളൂ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറയുന്നത്. അപ്പം ഉടനെ ഞാൻ എൻ്റെ ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് ആയിട്ട് വരാം. കാരണം ഇതൊക്കെ ഇനി ഞാൻ പാക്ക് ചെയ്തിട്ടുള്ള വീഡിയോ ആയിരിക്കും. ഞാൻ വിചാരിച്ചു ഇനി ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ്ങിൻ്റെ വീഡിയോ ഞാൻ എല്ലാം എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ഓരോന്നോരോന്നായിട്ട് പറഞ്ഞുതരാം എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി ഇതെല്ലാം പരത്തിയിട്ടിട്ട് കാണിച്ചിട്ടുണ്ടല്ലോ. സോ അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും ഇൻഷാല്ലാ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും അസ്സലാമ. അൻടിൽ ദെൻ ബൈ. ഐ ലവ് യു ഓൾ.